ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റമദാൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിൽ കണ്ടോക്ക്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എന്താ ലൈക്കാക്കാൻ മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ആക്കാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. അപ്പോൾ കാലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അസറെല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു ടൈമിന് ഞാൻ എപ്പോഴും ഓനിക്ക് വയറ് ഫുള്ള് പാലെല്ലാം കൊടുത്തിട്ട് ഓൻ സെറ്റാക്കിയിട്ടാണ് പോലെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണികളെല്ലാം കുറച്ചവിടെ കഴിയും. ആ ടൈമിൽ ഓന് ഉറങ്ങലുണ്ട്. ഫസ്റ്റ് ഞാനിവിടെ ഇതില്ലേ പാസ്ത അതാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് പാസ്ത എടുത്തിന്. അപ്പോൾ അത് ഫുള്ളും വേവിച്ചെടുക്കുന്നില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. അത് തിളക്കാൻ പോകുന്ന ടൈമിൽ പാസ്ത ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ പോലത്തെ പാസ്ത വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നല്ലോണം വേവിച്ചിട്ട് തന്നെ എടുക്കുക. അതല്ലെങ്കിൽ മസാലയിൽ ഇതിന് കുക്കാവാൻ പോകുന്നില്ല. ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് തന്നെ നല്ലോണം തന്നെ വേവിച്ചെടുക്കുക. അപ്പം ഇപ്പുറത്ത് ഞാനിവിടെ ചിക്കൻ കറിയിലേക്കുള്ള സംഭവം കൂടി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഫുള്ളും ബട്ടർ ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതൊന്ന് മെൽട്ടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയില്ലേ അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു 3 ഉള്ളിയും 2 തക്കാളിയും അപ്പോൾ അത് ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം വെന്തിട്ട് വാടി വരട്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് 10-12 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഫ്രൈഡ് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ അണ്ടിപ്പരിപ്പില്ല, പച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളെ പാസ്തേനെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അധികം ഇങ്ങനെ വെന്ത് ഉടയാൻ പാടില്ല. ഫുള്ള് നല്ലോണം കറക്റ്റ് വേവയും വേണം. ഞാനിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള നല്ലൊരു പാസ്തയാണ്. ഒരു വൈറ്റ് സോസെല്ലാം ഇട്ടിട്ടുള്ള ഒരു പാസ്തയാണ്. ഇപ്പോഴത്തെ നമ്മളെ കറിൻ്റെ സംഭവം കണ്ടില്ലേ, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1-1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിലേക്ക് കസൂരി മേത്തി 1 ടീസ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിനി. അപ്പോൾ അത് ഒരു മസാലയില്ലേ അത് ആ ഒരു പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിന്. ബട്ടറും ഓയിലും നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ പെരക്കി വെച്ചിട്ടുണ്ടായ ചിക്കനില്ലേ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാനിടാം ഒരു ചിക്കൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിന്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ വിനിഗർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അരമണിക്കൂർ മാറ്റിയേക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായ ബട്ടർ കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ടാണ് അതുപോലെ തിക്കായിട്ടുള്ളത്. അപ്പോൾ ഒരേ അളവിൽ നല്ല കറക്റ്റ് അളവിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്രീമി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് കൈയെടുക്കാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു മൈദൻ്റെ പച്ചമണം മാറണവ. എന്നിട്ടായിട്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാല് ഞാൻ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്, 1 കപ്പ് പാല്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. 2 ടേബിൾ സ്പൂണിന് പകരം 4 ടേബിൾ സ്പൂൺ ബട്ടറും 4 ടേബിൾ സ്പൂൺ മൈദയും 2 കപ്പ് പാലും അങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കൈ കണക്കിനാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ കറക്റ്റ് അളവാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ചെയ്തെടുക്കാം. പാലൊഴിച്ച് കൊടുത്തിട്ട് കൈ എടുക്കാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. താഴ്ത്ത വന്നിട്ടുണ്ട്. അപ്പോൾ താഴ്ത്ത ജ്യൂസിൻ്റെ സർവത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കുന്നുണ്ട്. ഇത് നമുക്ക് റൂഅഫ്സാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മളെ വൈറ്റ് സോസ് പാസ്ത കണ്ടില്ലേ നല്ലോണം തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക്
തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 1/4 കപ്പോളം പാല് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പം അതേപോലെ ചെയ്തെടുക്കുക. തിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ചിക്കൻ കണ്ടില്ലേ, ഒന്ന് നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇതേപോലെ നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടും. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിയിൽ ഇങ്ങനെ കഴിക്കുന്ന ടൈമിൽ. ഇനിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ മസാല ഇല്ലേ, അത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഞാൻ കുറച്ച് ചെറിയ ചട്ടി വെച്ചതുകൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഞാൻ വേറെ ചട്ടിയിലേക്ക് മാറ്റാനൊന്നും നിന്നിട്ട് അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിന്. ഇതിന് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കാം, അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളെ ബട്ടർ ചിക്കൻ അവിടെ റെഡി ആയിന്. പിന്നെ നമ്മളെ വൈറ്റ് സോസ് ഇല്ലേ, അതിലേക്ക് ഞാൻ 2 സ്ലൈസ്ഡ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും അവിടെ റെഡി ആയിന്. അപ്പം അങ്ങനെ ബാക്കി ഞാൻ അപ്പുറത്ത് ചട്ടി വെച്ചിട്ടില്ലേ, അതെന്തിനറിയോ, 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ക്യാപ്സിക്കം ഇല്ലേ, ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കളറിൽ എടുക്കുക. പിന്നെ കുറച്ച് ഉള്ളി എടുക്കുക, ചിക്കൻ എടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കനും നമ്മളെ പാസ്തയും അതേപോലെ തന്നെ ആ ഒരു ചീസലിട്ട വൈറ്റ് സോസ് ഇല്ല, അതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് ഒറിഗാനോവും പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ നോമ്പെടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസ്കസ് ആക്കിയിട്ടുണ്ട്, അതിന് റൂഹ് അഫ്സ ആക്കിന്. അതേപോലെ ഫ്രൂട്ട്സ് ചെറുങ്ങനെ കട്ടാക്കിയിട്ട് അതിലേക്ക് ഐസ്ക്രീം ഇട്ടിട്ട് അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായത്. വെറുതെ ഇങ്ങനെ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ കയറ്റാന്നല്ലാതെ ഇവിടെ ചിലവാകുന്നില്ല. അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ പെട്ടെന്ന് തീർന്നോളും. അപ്പം അന്ന് രാത്രിയിലേക്ക് ബട്ടർ ചിക്കനിലേക്ക് ബട്ടൂരിയാണ് റെഡിയാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഞാൻ മുന്നേ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് ബട്ടർ ചിക്കനും ബട്ടൂരേൻ്റെ എല്ലാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് അത്താഴത്തിൻ്റെ സമയത്തുള്ളതാണ്. അപ്പോൾ അത്താഴത്തിൻ്റെ സമയത്തിലേക്ക് നമുക്ക് കറി ഉണ്ടതുകൊണ്ട് തന്നെ അത്താഴത്തിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് എണിച്ചിട്ട് തന്നെ നല്ല ചൂട് പത്തലും അതിലേക്ക് നെയ്യും അതെല്ലാം ഇട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. ചില സമയത്ത് കഞ്ഞി ഉണ്ടാക്കും. കഞ്ഞിയാകുമ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ്, ഒരു ചമ്മന്തിയോ പപ്പടോ മുട്ട ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഇതുപോലെ പത്തൽ ഉണ്ടാക്കും. ആ ഒരു ടൈമിൽ തന്നെ എണിച്ചിട്ട് പത്തൽ ചുടും. പിന്നെ നമ്മൾ നോമ്പെറുക്കുന്ന ടൈമിൽ കസ്കസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് വെക്കും. അപ്പോൾ അത് അത്താഴത്തിൻ്റെ സമയത്ത് കുടിക്കലുണ്ട്. അങ്ങനെ അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ടായിട്ട് അത് പിന്നെ പാൽ കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽ കുടിക്കും. പിന്നെ ഇതുപോലെ ഈത്തപ്പായ നട്ട്സ് അതെല്ലാം കഴിക്കും. അതല്ലെങ്കിൽ ഈ പാലിൽ തന്നെ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കുടിച്ചെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിനെല്ലാം കുറേ ടൈം വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ എടുത്തിട്ട് കഴിക്കലാണ്. പിന്നെ ചെറിയ കുഞ്ഞെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ നോമ്പ് അളക്കാനും അല്ല നോമ്പ് എടുക്കാനും അല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നല്ലേ. അപ്പോൾ അതിനോണ്ട് തന്നെ അത്താഴത്തിൻ്റെ സമയത്ത് ഓട്സ് കഴിക്കുന്നതും പിന്നെ പയറിഞ്ഞെല്ലാം രാത്രി നമ്മൾ എന്തായാലും നോമ്പിന് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് അത്താഴത്തിൻ്റെ സമയത്ത് കഴിക്കുന്നതും ഇതുപോലെ നട്ട്സ് എല്ലാം കഴിക്കുന്നതും നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.